പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോയുടെ വലിയ കരുണയും സ്നേഹവും അവിടുത്തെ ശക്തമായ സാന്നിധ്യവും നിങ്ങളെ മൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് സാമുൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. അതിനെങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വചനത്തിന്റെ അഭിഷേകങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും ദൈവസന്നിധി നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള പുതിയ ഉണർവെല്ലാം പരിശുദ്ധാത്മാവ് ധാരാളം നൽകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെ സ്പർശിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വലിയ ദാഹത്തോടെ വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ
എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് യുവതിവാക്കന്മാരെയും കുട്ടികളെയും സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ശുശ്രൂഷയിലും പങ്കെടുക്കുമ്പോൾ ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി കർത്താവ് സ്പർശിക്കുന്നുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവ് സ്പർശിച്ച ഒരനുഭവം നമുക്കൊന്ന് കേട്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എൻ്റെ പേര് മിനി, കാളികാവ് അടയ്ക്കാക്കുണ്ടിയിൽ നിന്ന് വരുന്നു. എനിക്ക് പെട്ടെന്നൊരു ദിവസം ബ്ലീഡിങ് വന്നു കഴിഞ്ഞ് പെട്ടെന്ന് എന്നെ ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് 15 ദിവസം അവിടെ കിടന്നു. ബ്ലീഡിങ് കുറഞ്ഞു, എങ്കിലും രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് എന്നെ RCSിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടെസ്റ്റുകളും MRI ഒക്കെ സ്കാനിങ്ങളെല്ലാം ചെയ്ത് പിന്നീട് അവർക്ക് മനസ്സിലായി ക്യാൻസറിൻ്റെ ലക്ഷണമുണ്ടെന്ന്. അത് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും ആർക്കും മനസ്സിലായില്ല. പിന്നീട് അവർക്ക് ലെൻസിന് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അന്നേരത്തേനും ഇവിടേക്ക് വിളിച്ചു പറഞ്ഞു, സെഹ്യോനിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വെട്ടായിലച്ചനെ അടുക്കൽ വന്ന് ഇവിടുത്തെ ശുശ്രൂഷകളെ പറഞ്ഞയച്ചു. അവിടുത്തെ അച്ഛൻ വെട്ടായിലച്ചനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കുന്നതായി കാണിക്കുന്നുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് സുഖമായി. അത് കഴിഞ്ഞ് 2018 കൊറോണയുടെ കാലഘട്ടം തുടങ്ങി. ആ നിമിഷം എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തി. ഇന്ന് വരെ എനിക്ക് ഒരു മരുന്നോ ചികിത്സയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കംപ്ലീറ്റ് മാറി. അതായത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് കർത്താവ് സൗഖ്യപ്പെടുന്നത് കാണുന്നു. ജ്ഞാനം 16:12 കർത്താവെ മരുന്നോ ലേപനൌഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുന്ന ഞങ്ങളുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ആ ശക്തി അങ്ങോട്ട് വ്യാപരിച്ചു. പിന്നെ ക്യാൻസർ വന്നിട്ടില്ല. ബ്ലഡിൻ്റെ ടെസ്റ്റ് ഇടയ്ക്ക് പോയി 2 ലക്ഷം വന്നായിരുന്നു. 0.5 വരാൻ പാടുള്ളൂ. ആ സ്ഥാനത്താണ് 2 ലക്ഷത്തോളം അണുക്കളും ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടുകൾ നോർമലായി. പിന്നെ ഒരു രോഗാവസ്ഥ ഇല്ലാത്ത വിധ ശരീരം അങ്ങ് രൂപാന്തരപ്പെട്ടു. ആ നിമിഷത്തെ കംപ്ലീറ്റ് ഒരു വ്യത്യാസം ചേഞ്ചിലേക്ക് മാറി. ഇപ്പോൾ കഴിഞ്ഞ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു 0.8. അതുപോലെ 2 ലക്ഷത്തിൽ പരം നിന്നിരുന്ന നമ്പറാണ്, അത് കുറഞ്ഞ് 0.8 എത്തി. അതേപോലെ പ്രകടമായൊരു അത്ഭുതം കർത്താവ് അങ്ങോട്ട് വർഷിച്ചു. അതുപോലെ എനിക്ക് ഒരു പനിയോ ഒരു ജലദോഷമോ ഒന്നും വന്നിട്ടില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ ഈശോയെ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു മാരക രോഗം തന്നു? അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ, ഇവിടെ ശുശ്രൂഷയ്ക്കൊക്കെ വരുമ്പോൾ അച്ഛൻ പറയും എല്ലാവരും കൈ ഉയർത്തി സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, രോഗമുള്ളിടത്തൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അച്ഛൻ പറയും രോഗമില്ലാത്തവർ രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ പെട്ടെന്ന് ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മകളെ പേടിക്കേണ്ട, അനേകം മക്കൾക്ക് വേണ്ടി സാക്ഷിയാകാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണെന്ന്. അതുപോലെ ഞാൻ ആശുപത്രി കിടന്നു കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ 4 അച്ഛന്മാർ വന്നിരുന്നു. 4 അച്ഛന്മാർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള രോഗികളെല്ലാം ഞങ്ങളോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു 10-18 വയസ്സുള്ള ഒരു പെണ്ണിന് സുഖമില്ലാതെ മാരകമായ ഭയങ്കര ഛർദിയാണ്. അങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ യേശുനാമത്തിൻ്റെ പുസ്തകം കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർക്ക് എന്തോ പിന്നെ മന്ത്രം കൂടോത്രം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരോട് ഞങ്ങൾ ചോദിച്ചു, ഇതുപോലെ നിങ്ങൾക്ക് മന്ത്രവാദം എന്തെങ്കിലും? അപ്പോൾ അവർ അരയിൽ ഏലസ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യേശുനാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് സൗഖ്യമാകും. നിങ്ങൾ ഈ മന്ത്രവാദം എല്ലാം ഉപേക്ഷിച്ച് രക്ഷകനായ യേശുവിനെ ഏറ്റുപറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ നാളെ തന്നെ ഇന്ന് ഉപേക്ഷിക്കാമെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഉപേക്ഷിച്ച് കളഞ്ഞു. പിറ്റേ ദിവസം അവർ ഡിസ്ചാർജ് ആകുകയും ചെയ്തു. പ്രകടമായൊരു ഇടപെടൽ. അതുപോലെ ഞാൻ 1 മണിക്കൂറിലധികം എടുത്ത ക്ലാസ് ഈ ചേച്ചി 2 സെക്കൻഡ് കൊണ്ട് അവിടെ എടുത്തു. ആശുപത്രിയിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ കൊട്ടയായിട്ട് ഛർദ്ദിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞ്, നീ രക്ഷിതാവ് നാഥനുമായി കർത്താവായ യേശുവിനെ രക്ഷിതാവ് നാഥനുമായി നീ ഇന്ന് സ്വീകരിച്ചാൽ നാളെ നിനക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അതേപോലെ ശരിക്കും
അതെ അതെ അതെ. അതുപോലെ തന്നെ ബൈബിള് 2 മാസം കൊണ്ട് മുഴുവൻ വായിച്ചു തീർക്കാനുള്ള വലിയ കൃപയും ഈശോ എനിക്ക് തന്നു. ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വളരെ വലിയൊരു സംഭവമാണിത്. ഈശോയെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാൻ മാത്രമല്ല, നിങ്ങളിത് പോയി മറ്റുള്ളവരോട് പ്രസംഗിക്കണം, പറയണം. മറ്റുള്ളവരോട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങളിങ്ങനെ മൈക്ക് കെട്ടി ഇങ്ങനെ ആളുകളെ വിളിച്ചുകൂട്ടി പ്രസംഗിക്കുന്ന ഭാവന കാണരുത്. ഇങ്ങനെ കൊട്ടയെ ഛർദ്ദിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങളെ കൊണ്ട് നിർത്തുമ്പോൾ നിങ്ങൾ അവരോട് യേശുവിനെ കുറിച്ച് പറയണം. അതാണ് പ്രസംഗം. അതാണ് അങ്ങനെയുള്ള അവസരം നമുക്ക് ധാരാളം കിട്ടുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ അത്ഭുതകരമായ നാമത്തെ ഉയർത്തണം, അത് ഈശോ ആഗ്രഹിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 7:25. കർത്താവിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുപറയാം. നിങ്ങളുടെ അടുത്ത് ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അച്ഛൻ്റെ കൂടെ ടീം അംഗങ്ങൾ ഏറ്റുപറയും. നമുക്ക് ഒരുമിച്ച് ഏറ്റുപറയാം. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നേക്കും ജീവിക്കുന്നവനായ യേശു ചെയ്യുന്ന കാര്യം അവിടുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. നമ്മുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി ഈശോ തന്നെ മധ്യസ്ഥം വഹിക്കുകയാണ്. അഗസ്റ്റീനസോ പറയണത് പോലെ ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആത്മീയ രഹസ്യം. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ ഈശോയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ റോമാലേഖനത്തിൽ ഒരു വചനമുണ്ട്. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം, മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. ആ വചനമാണ് മരിച്ചവനെങ്കിലും. ഈശോ മരിച്ചവനാണ്, പക്ഷേ ഈശോ ഉദ്ധാനം ചെയ്തവനാണ്. അതുപോലെ തന്നെ ഈശോ ചെയ്യുന്ന കാര്യം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. ഈശോ പിതാവിൻ്റെ വലതുവശത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയൊരു ശുശ്രൂഷ, പല രീതിയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ഇപ്പോൾ നമ്മൾ കുടുംബജീവിതക്കാർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ മക്കൾക്ക് അനുഭവിക്കുന്ന പ്രതിസന്ധികളെ അത് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അപ്പം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ മടുപ്പ് കൂടാതെ ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. വൈദികരും അതുപോലെ തന്നെ സമർപ്പിതരെല്ലാം ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥന വലിയൊരു ശക്തിയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ ഈശോ തന്നെ അവിടുന്ന് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര കരുണ തോന്നി. അവരുടെ വേദനയും കണ്ണീരും അവരുടെ സങ്കടം എല്ലാം കണ്ടപ്പോൾ ഈശോയ്ക്ക് കരുണ തോന്നി, അനുകമ്പ തോന്നി, മനസ്സലിവ് തോന്നിക്കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം വിളവധികമാണ്, വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് ധാരാളം വേലക്കാരെ അയക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു സൊല്യൂഷനാണ്. ഈശോ തരുന്ന ഒരു പോംവഴിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം അതിന് 36 മുതൽ 38 വരെയുള്ള മനോഹരമായ വാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനഭാഗമാണത്. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ധ്യാനം കൂടി, അദ്ദേഹത്തിന് ആത്മാവ് ഒരു സ്പർശനം കൊടുത്തു. ചില രാത്രികളിൽ മധ്യസ്ഥം വഹിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളി പോയിട്ട് അദ്ദേഹം വികാരിച്ചോട് പറച്ചാ, എനിക്കിങ്ങനെ ചെറുപ്പക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ലോകത്തിന് മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടെ വന്ന് രാത്രി, ചിലപ്പോൾ കുറേ രാത്രി ലേറ്റായിട്ട് ഒത്തിരി മണിക്കൂറുകൾ അദ്ദേഹം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിലും ചെറുപ്പക്കാർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ധാരാളം ആൾക്കാർ വേണം. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ നല്ല ചെറുപ്പമുള്ള മക്കളാണ്. ഒരു മകൾ ഡോക്ടറാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറൊരു രാജ്യത്താണ് അവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ശക്തിപ്പെട്ടു, കുറേ മാസങ്ങൾ ശക്തിപ്പെട്ടു. ഒരു ദിവസം ഇദ്ദേഹം ഈ മകളെ വിളിക്കുമ്പോൾ ആ മകള് മദ്യപിച്ച് ലക്കില്ലാതെ കിടക്കുകയാണ്. ഇദ്ദേഹത്തിന് മുഴുവൻ മനസ്സിലായില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി കാരണം ഈ പെൺകുട്ടി ഒരു ദിവസം അവൾ സാക്ഷ്യം പറയാണ്, ഞാനിങ്ങനെ മദ്യപിച്ച് ലക്കില്ലാതെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറഞ്ഞിങ്ങനെയാണ്, അവളുടെ കൂടെ പഠിക്കുന്ന ജീസസ് യൂത്തിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ പറയുകയാണ്, പെൺകുട്ടികൾ ഇങ്ങനെ മദ്യപിക്കുന്നത് അത് ശരിയല്ല, അത് ഇവളെ സ്പർശിച്ചു.
തുടർന്ന് അവൾ ധ്യാനം കൂടി, അപ്പനൊക്കെ അവളെ എൻകറേജ് ചെയ്തു, അവൾ വചനം കേട്ടു, വലിയൊരു മാനസാന്തരത്തിലേക്ക് കൃപയിലേക്ക് മാറി. അവൾ പുതിയൊരു സൃഷ്ടിയായിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന മകളായിട്ട് മാറി. നോക്കിയേ, വിളമധികമാണ്, വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നെ എന്ത് ചെയ്യും? ആ കർത്താവ് തന്നെ പല രീതികളിൽ പല രൂപങ്ങളിൽ വേലക്കാരനായി കർത്താവ് അയക്കുകയാണ് പല ദേശങ്ങളിലേക്ക്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മനോഹരമായൊരു സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞത്. ശമൂവേൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ പ്രിയപ്പെട്ടവർ അദ്ദേഹം സാവൂളിനെ രാജാവാക്കട്ടൊക്കെ അഭിഷേകം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് മുഴുവൻ ഇഷ്ടപ്പെട്ടില്ല, കാരണം ദൈവത്തിന് അത് മുഴുവൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എങ്കിലും ഈ ജനം പലതരത്തിലുള്ള പാപത്തിലും പലതരത്തിലുള്ള അന്ധകാരത്തിലൊക്കെ പതിച്ചെങ്കിലും ഈ സാമുവേൽ ഇവർ ഒരുമിച്ച് കൂട്ടി ഇവരോട് പറഞ്ഞു കൊടുക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ 1-2 കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സാമുവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. അതേ അവിടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്: യാക്കോബ് ഈജിപ്തിലെത്തുകയും അവൻ്റെ സന്തതികളെ ഈജിപ്തുകാർ ഞെരുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. അവിടുന്ന് മോശയെയും അഹറോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു. പറഞ്ഞ ഹല്ലേലൂയ. അതായത് ജനത്തിന് ഞെരുക്കമുണ്ടായപ്പോൾ, യാക്കോബിൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും തലമുറയ്ക്കും വലിയ ഞെരുക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ നിലവിളിച്ചു കരഞ്ഞപേക്ഷിച്ചു. അവർ നിലവിളിച്ച് കരഞ്ഞപേക്ഷിച്ചപ്പോൾ ദൈവം അവരിൽ നിന്ന് തന്നെ മോശയും അഹ്റോനെ അയക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലതരം നിലവിളിയുണ്ട്. നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് പോലെ നമ്മുടെ പല മക്കളും ലഹരിക്ക് അടിമയായി പോകുന്നു, ഒരുപാട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, അന്ധകാരങ്ങൾ പെരുകുന്നു. നമ്മുടെ അനേകം തലമുറ വേറെ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ട്. വിശ്വാസ പ്രതിസന്ധി പലർക്കുണ്ട്. കരഞ്ഞപേക്ഷിക്കണം. കരഞ്ഞപേക്ഷിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? മോശയും അഹറോനെ അന്ന് ഉയർത്തിയതുപോലെ ഇന്നും പല ആൾക്കാരെ ഉയർത്തും എന്ന കാര്യത്തിന് സംശയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സാമുവേൽ അവർ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പിതാക്കന്മാർക്ക് ഞെരുക്കമുണ്ടായപ്പോൾ, കഷ്ടതയുണ്ടായപ്പോൾ അവർ നിലവിളിച്ച് കരഞ്ഞു. അങ്ങനെ മോശ അഹറോനും വന്നു. മോശ അഹറോനും അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇസ്രായേലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രക്ഷിക്കുകയാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 സാമുവേൽ 12:10. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ഭാഗങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കണം, നല്ലതാണ്. അതിനെങ്ങനെയാണ്? ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി. കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിൻ്റെയും അഷ്തോർത്തയുടെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു. ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുക, ഞങ്ങൾ അവിടുത്തെ സേവിച്ചു കൊള്ളാം. നോക്കിയേ, അവർക്ക് തകർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ നിരാശപ്പെടുന്നതിന് പകരം വീണ്ടും ദൈവത്തെ വിളിച്ച് കരയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം പലതരത്തിലുള്ള ആളുകളെ ഉയർത്തും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതുകൊണ്ടാണ് ഈ സാമുവേൽ എന്ന വലിയ പ്രവാചകൻ, കാരണം 2 പുസ്തകമാണ് സാമുവേലിൻ്റെ പേരിലുള്ളത്. ഈ സാമുവേൽ പ്രവാചകൻ ഈ ജൈവജനം പലതരത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോയെങ്കിലും, അദ്ദേഹം ഇവരോട് ദേഷ്യമൊക്കെ വന്നെങ്കിലും അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാതെ ദൈവസന്നിധിയിൽ പാപം ചെയ്യുകയില്ല. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പാപമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു പ്രവാചകനാണ് സാമുവേൽ പ്രവാചകൻ. നമുക്ക് ആ വചനം ഒന്നുകൂടെ വായിക്കാം. 1 സാമുവേൽ 12:23. വചനം എങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. ആ വചനം നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ നല്ലതാണ്. ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് പറയാം, എല്ലാവരും ചേർന്നൊന്ന് പറയാം. എന്നിട്ട് നമ്മുടെ മേലെ അഭിഷേകം നിറയണം. ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ഇതങ്ങളെല്ലാം പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാർ ഈ വചനം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ വചനം നേറ്റു പറഞ്ഞേ, നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം കണ്ണീരൊഴുക്കി പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. നോക്കി, എത്രയും മനോഹരമായ വാക്യാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ കണ്ണീര് കാണുന്നു, രോദനം കേൾക്കുന്നു, കർത്താവ് നമ്മുടെ യാതനകൾ അറിയുന്നു. നിലവിളിക്കുമ്പോഴാണത് കർത്താവ് ശ്രവിക്കണം, നമുക്കറിയാം. അതുകൊണ്ട് വീണ്ടും അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം, അവിടെ കർത്താവിൻ്റെ വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്, ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും
അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീഷ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നോക്കിയ ദൈവജനം നിലവിളിച്ച് എല്ലാം മറന്ന് കരഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇറങ്ങി വരികയാണ്. എന്ന് മാത്രമല്ല, ദൈവം തുടർന്ന് മോശെ അയക്കുകയാണ്. എൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, പ്രിയപ്പെട്ടവരെ, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ, ആ ഒരു പ്രതിസന്ധിക്ക് ഈശോ ഉത്തരം കൊടുക്കുകയാണ്. ദൈവം ഉത്തരം പറയുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നിലവിളിയുടെ അഭിഷേകം, ശക്തി. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഇന്ന വലിയ കുടുംബ തകർച്ച, വിവാഹ തകർച്ച, വിവാഹ മോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്, കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ആരെയും അയക്കണേ എന്ന് പറയുമ്പോൾ ദൈവം ഒരു ദൂതനെ അയക്കും. ദൈവത്തിനത് സാധ്യമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് 106-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം, അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് തെരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുമ്പിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. നോക്കിയേ, മോശയെ ദൈവം തിരഞ്ഞെടുത്തു നിലവിളിയുടെ ഉത്തരവായിട്ട്. വീണ്ടും മോശ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്, ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോ അപ്പനെയും അമ്മേനെയും ദൈവം വിളിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. ഓരോ വൈദികനെയും സിസ്റ്ററിനെയും കർത്താവ് വിളിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഏറ്റവും വലിയ മധ്യസ്ഥൻ. നമ്മളിത് ചെയ്യുമ്പോൾ യേശുവോടെ മധ്യസ്ഥത്തോട് ചേർന്ന് നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ ഈശോയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ട് ഈശോ ചെയ്തിരുന്നൊരു ശുശ്രൂഷയാണ് ഈ ഒരു നിലവിളിച്ച് മധ്യസ്ഥം വഹിച്ചുള്ള പ്രാർത്ഥനകൾ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 17:11, ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലും അവരൊന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകി അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ പ്രാർത്ഥിക്കുകയാണ്. ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേകത്തിന് അരുവി വിട്ടുപോകാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലും വീണ്ടും ഈശോ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:15, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ദുഷ്ടാരൂപിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം അതിന് വേണ്ടിയിട്ട്, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഈശോ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവായ ഈശോ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഓരോ ജീവിത തുറകളിലുള്ള ആൾക്കാരും ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന കൃപ എല്ലാവർക്കും ഉണ്ട്, നമ്മളത് ഉപയോഗിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. നിലവിളിച്ചുള്ള പ്രാർത്ഥനകൾ ദൈവം വിസ്മരിക്കുകയില്ല എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ഏതെങ്കിലുമൊക്കെ മക്കളുണ്ടെങ്കിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് ഒരു രക്ഷകനെ, ഒരു പ്രവാചകനെ, ഒരു ദൂതനെ അയക്കും. ഈ കാര്യത്തിന് യാതൊരു സംശയമില്ല. കാരണം ഈശോ തന്നെ പറഞ്ഞല്ലോ, വിളവധികമാണ്, വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അയക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമുക്ക് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടും ആത്മാർത്ഥതയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ധാരാളം പ്രാർത്ഥിക്കാൻ ഞാൻ കൃപ തരണമേ, മധ്യസ്ഥം വഹിക്കാൻ കൃപ തരണമേ. കർത്താവെ, ഞങ്ങളുടെ ഇടവകയിലേക്ക് ധാരാളം ശുശ്രൂഷ കൃപയുള്ള ആൾക്കാരെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ വീട്ടിലേക്ക് കർത്താവെ, അങ്ങയുടെ നാമം പേറുന്ന ആൾക്കാരെ കൊണ്ടുവരണമേ. ഭൂമിഷൻ നടത്തുന്ന ആൾക്കാരൊക്കെ വരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുപോലെ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഈശോയെ അങ്ങേ അറിഞ്ഞ ആളുകൾ ചെല്ലട്ടെ. കർത്താവെ, അവരെ സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, മഹത്വം, 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 യേശുവേ, 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 ആരാധന യേശുവേ, അഭിഷേകം ചെയ്യണമേ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോ കൈകളടിച്ച് ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരമെനിക്കേകണമേ. വലിയ വിശ്വാസത്തോടെ പാടിക്കേ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോ ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരമെനിക്കേകണമേ. വലിയ സ്നേഹത്തോടെ
ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവം ഓരോ ആത്മാവിനെയും ഓരോ മനസ്സിനെയും ശക്തിപ്പെടുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, നിലവിളിക്കാൻ വലിയ കൃപ അനുഗ്രഹം നൽകട്ടെ. നമുക്ക് തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മടുപ്പ്, മന്ദത, ക്ഷീണം, പ്രാർത്ഥനയുള്ള അലസത, പ്രത്യേകിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അവിശ്വാസത്തിൻ്റെ കെട്ടിൽ അഴിയാൻ വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, കൊട്ടകൾ തകരട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തടസ്സമെല്ലാം മാറിപ്പോകട്ടെ, അവിശ്വാസത്തിന് കണ്ട് അഴിയട്ടെ, ബന്ധനങ്ങൾ പൊട്ടട്ടെ, അന്ധകാരത്തിന് ആധിപത്യങ്ങൾ അഴിയട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി എല്ലാവരും ചേർന്ന് വിളിക്കുന്നുണ്ട്, യേശുവേ. പ്രാർത്ഥിക്കുവാൻ ഈശോ, നാഥ ഈശോ, കണ്ണു നീരേകണേ. ഓരോ മകനിലേക്ക് അഭിഷേകം ഒഴുകി ഇറങ്ങട്ടെ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണു നീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ, ഉള്ളം തുറന്നിടണേ.